നമ്മൾ എയർപോർട്ടിൽ പോയാൽ കാണാം ഏതെങ്കിലും ക്രൂസ് ഈ പറഞ്ഞ ഇമിഗ്രേഷൻ ലൈനിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്ത് മാൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഫെയിലിയർ, എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ എറർ വന്നാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ടു ലാൻഡ് ദ എയർക്രാഫ്റ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി. നമുക്ക് പൈലറ്റ് ആവാൻ കുറേ വഴികളുണ്ട്. നമ്മൾ ഫ്ലൈ ചെയ്യുക സോൾലി ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ്സ് വിത്തൗട്ട് വിഷ്വൽ റെഫറൻസ്. ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഏത് ഫ്ലൈയിങ് ക്ലബിലും പോയി ജോയിൻ ചെയ്ത് നമുക്ക് ട്രെയിനിങ് എടുക്കാം. അതല്ലാണ്ട് ഈ ഒരു ഏവിയേഷനിൽ ഒരു ഫ്ലൈറ്റ് സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫെസിലിറ്റി ഇല്ല. പക്ഷേ UAE US പോയാൽ സയൻസ് ഒരു റിക്വയർമെൻ്റ് അല്ല. ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻറ്റാണ്, ഞാൻ കൊമേഴ്സാണ് എടുത്തത്. നമ്മൾ US പോയാൽ യു ക്യാൻ സ്റ്റാർട്ട് ഫ്ലൈയിങ് ഇഫ് യു പാസ് 10th. അത് നമ്മുടെ റേഡിയോ സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ വന്നാൽ ഈ സാധനം കാണുമ്പോൾ ഇത് എന്താണ് ഇത്രയും സാധനങ്ങൾ, അതേപോലത്തെ ഇതിൻ്റെ ഒരു 10 ഇരട്ടിയാണ് ഒരു കോക്പിറ്റിനകത്ത്. എന്തിനാണ് ഇത്രയും സ്വിച്ച് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചാൽ. എവറിത്തിങ് ഇപ്പം നമ്മുടെ ഏവിയേഷൻ ആക്സിഡൻസ് വെച്ച് നോക്കിയാൽ 80% ഹ്യൂമൻ എറർ കാരണം ഉണ്ടായിരിക്കുന്ന ആക്സിഡൻസാണ്. നമ്മുടെ കോഴിക്കോട് കരിപ്പൂർ അപകടം ഉണ്ടായിരുന്നല്ലോ, അത് എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടായിരുന്നത്? എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? മറ്റൊരു പ്രശ്നമാണ് നിങ്ങളുടെ മൊത്തത്തിലുള്ള പ്രവാസികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ വാർത്ത കൊടുക്കുന്നതാണ്, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ടു ബി ഓണസ്റ്റ്, ഞാൻ ഇതുവരെ ഫ്ലൈറ്റ് മോഡിലാക്കിയിട്ടില്ല. ഇല്ല. നമസ്കാരം. ഇന്ന് 360 സ്റ്റുഡിയോയിൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു അതിഥിയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇൻ്റർവ്യൂ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ 2 പേര് ചേർന്നിട്ടാണ്. 360യിൽ നിന്ന് തൻവീറും നിസാറും ഉണ്ട്. നമ്മുടെ ഗസ്റ്റിൻ്റെ പേര് മുഹമ്മദ് ഷെഹറോസ് എന്നാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ നമുക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. നമുക്ക് അത്ര അങ്ങ് നേരിട്ട് എന്താ പറയുക, ഡയറക്റ്റ്ലി നമുക്ക് അത്ര ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലില്ലാത്ത ലിമിറ്റഡ് ഇൻഫർമേഷൻസ് മാത്രമുള്ള സെഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മുടെ ഒരു സംശയങ്ങളായിരിക്കും ഇന്നത്തെ സെഷനിൽ ഉണ്ടാവുക. അദ്ദേഹം ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റാണ്, ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് സെൽഫായിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് നമുക്ക് വരാൻ തോന്നുന്നു. ഓക്കെ, ആസ് യു സെഡ്, മൈ നെയിം ഇസ് ഷെഹറോസ്, മുഹമ്മദ് ഷെഹറോസ്. ഞാനിവിടെ അൽ-അമീൻ ഇംഗ്ലീഷ് സ്കൂളിലാണ് പഠിച്ചത്, അജ്മാനിൽ. ഞാൻ ഡിഡ് മൈ ഓൾ സ്കൂളിംഗ് ഹിയർ. ഞാൻ എൻ്റെ സ്കൂളിംഗ് കഴിഞ്ഞു. ഐ ഡിഡ് മൈ ഫ്ലൈറ്റ് ട്രെയിനിങ് ഇൻ US, Miami. Now I'm working for a private charter company and a flight instructor also. So that's all now. സൂപ്പർ. പറക്കാൻ മാത്രമല്ല, പറക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലേ? ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. നിസാറ് കുറേ ചോദ്യങ്ങളൊക്കെ സംശയങ്ങളുണ്ട്. അല്ല, നമ്മൾ ഈ പറക്കാന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതുവരെ പറന്നിട്ടുണ്ട് ഒരുപാട്. പക്ഷെ ഇതുവരെ പറക്കുന്ന ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഗൾഫിലുള്ള ആളുകളെ സംബന്ധിച്ച് എല്ലാവരും പറന്നിട്ടാണ് ഇക്കാലത്ത് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിക്കാലം മുതലുള്ള നമ്മുടെ കൗതുകങ്ങളൊന്നുകൂടെയാണ് പറക്കൽ എന്ന് പറയുന്നത്. ഈ നമ്മൾ ഒരുപാട് നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവില്ലേ? തൻവീർ നോക്കിയിട്ടില്ലേ? ഒന്ന് പറന്നു നോക്കാനെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചിറക് അല്ലെങ്കിൽ കൈ വീശിയിട്ടെങ്കിലും കൈയൊന്ന് ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും ഈ പറക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പൈലറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഈ കൊമേഴ്ഷ്യൽ പൈലറ്റും അല്ലെങ്കിൽ പറയുന്ന ഈ ചാർട്ടേഡ് പൈലറ്റ് എന്നൊക്കെ പറയുന്നതിൽ വ്യത്യാസം എന്താണ് ശരിക്കും? കൊമേഴ്ഷ്യൽ പൈലറ്റ്, ചാർട്ടേഡ് പൈലറ്റ് എന്ന് പറയുമ്പോൾ വ്യത്യാസം മീൻസ് ഈ കൊമേഴ്ഷ്യൽ പൈലറ്റ് ഈസ് ഒരു റുട്ടീൻ, ഒരു എയർലൈൻസിന് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, ഓരോ രാജ്യങ്ങളിൽ ഫ്ലൈ ചെയ്യുക. ചാർട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒരാളുടെ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ടി ഫ്ലൈ ചെയ്യുക. അപ്പം അത് ഈ പറയുന്ന എല്ലാ ദിവസവും ഫ്ലൈയിങ് കാണണമെന്നില്ല. ചിലപ്പോൾ വീക്ക്ലി 1 or 2 അത്ര ബിസി ആണെങ്കിൽ ചിലപ്പം 3 flights 4 flights. നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾസ് ഇൻട്രസ്റ്റ്. ഈ പൈലറ്റുമാർക്ക് സെയിം പാസ്പോർട്ട് തന്നെയാണ് ഉണ്ടാവുക പല രാജ്യങ്ങളിലേക്ക്? അതായത് ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു സമയത്ത് തന്നെ യാത്ര ചെയ്യുന്ന പല രാജ്യങ്ങളിലേക്ക് ഒരു ദിവസം തന്നെ 1-2 യാത്ര ചെയ്യുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഒരു മാസത്തിൽ ഒരു പാസ്പോർട്ടിന്റെ പേജൊക്കെ തീർന്നു പോകാനുള്ള സാധ്യതയല്ലേ ചോദിക്കുന്നത്? നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഡിപ്പെൻഡ്സ് ഓൺ കമ്പനീസ് ഓൾസോ. ഞങ്ങളുടെ കമ്പനി ഇപ്പം പറയുമ്പോൾ നമുക്കൊരു ക്രൂ കാർഡുണ്ട്. ആ ക്രൂ കാർഡ് ഈസ് ഓതറൈസ്ഡ് ടു എൻ്റർ എനി കൺട്രി. നമ്മുടെ ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് അവിടെ വന്നാൽ ആ ഫ്ലൈറ്റിൻ്റെ ക്രൂ മെമ്പേഴ്സ് അവർക്ക് ആ കൺട്രിയിലേക്ക് ഇത്ര ലിമിറ്റഡ് ടൈമിന് എൻട്രി ചെയ്യാം. അപ്പോൾ അതിന് ഈ പറഞ്ഞ എമിഗ്രേഷനോ അല്ലെങ്കിൽ ഈ ഇത് കാരണം നമ്മൾ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന കൺട്രി ആയിരിക്കും.
സോ അതിനുള്ളൊരു ക്രൂ കാർഡ്, ഒരു ലീഗലി ഉള്ളൊരു ഫോർമാലിറ്റി അതിനുണ്ട്. അപ്പം അങ്ങനെയാണ്. അല്ലാതെ സ്റ്റാമ്പിങ് വരുന്നില്ലേ പാസ്പോർട്ടിൽ? ഇപ്പം മിക്ക കൺട്രീസിൽ പോയാലും ഇപ്പം സ്റ്റാമ്പിങ് ഒക്കെ ഇലക്ട്രോണിക് ആണ്. സ്റ്റാമ്പിങ് ഉള്ള സമയത്താണെങ്കിൽ സ്റ്റാമ്പിങ് ഉള്ള സമയത്താണെങ്കിൽ പോലും ഇവർക്ക് ഈ ക്രൂ കാർഡിൻ്റെ അകത്താണ് ഇവരുടെ ഫുള്ള് ഡാറ്റ എൻട്രീസ് വരിക. നമ്മൾ ഈ പറയുന്ന, നമ്മൾ എയർപോർട്ടിൽ പോയാൽ കാണാം ഏതെങ്കിലും ക്രൂസ് ഈ പറയുന്ന ഇമിഗ്രേഷൻ ലൈനിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? അവർക്ക് ക്രൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ആ സെക്ഷൻ പോകും. ഇപ്പം നമുക്ക് ഒരിക്കലും ഒരു മാസം അങ്ങനെ നമ്മൾ സ്റ്റാമ്പ് ചെയ്യാൻ ഒരു മാസം അതൊക്കെ ഇലക്ട്രോണിക്കലി. ഇപ്പം നമ്മൾ ലോഗ് ബുക്സ് ആണെങ്കിൽ പോലും ഈ പറയുന്ന നമ്മൾ ലോഗ് ബുക്കായിട്ട് വെച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഇപ്പോൾ ഇലക്ട്രോണിക് ഇതാണ്. ഇപ്പോൾ അതൊക്കെ അവരുടെ ഡാറ്റാബേസ് ഉള്ള ഇതാണ്. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് വരിക, ഈ ഫ്ലൈറ്റ് വരുമ്പോൾ ആ ഫ്ലൈറ്റിന്റെ ഇത്ര ക്രൂസ് ഇവിടെ വന്നു പോയി എന്നുള്ള റെക്കോർഡ്സ് അവരടുത്തുണ്ട്. വിമാനത്തിലെ എഞ്ചിന്റെ കാര്യം പറയാറുണ്ട്, ഇരട്ട എഞ്ചിൻ, 4 എഞ്ചിൻ. ഇത് ശരിക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം? ഇപ്പോൾ ചില സമയത്ത് പറയാറുണ്ട് ഒരു എഞ്ചിൻ തകരാറിലായെങ്കിലും മറ്റൊരു എഞ്ചിന്റെ പ്രവർത്തനം കൊണ്ട് ഫ്ലൈറ്റ് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തെന്നൊക്കെ പറയാറുണ്ട്. ഇതിന്റെ ഒരു വർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെയാണ്? സാധാരണഗതിയിൽ ഒരു വിമാനത്തിന് എത്ര എഞ്ചിനുകളാണ് ഉണ്ടാവാറുള്ളത്? സിംഗിൾ എഞ്ചിൻ ഉണ്ട്, മൾട്ടി എഞ്ചിൻ ഉണ്ട്, 3 എഞ്ചിൻ വരുന്നുണ്ട്, 4 എഞ്ചിൻ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ എൻജിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്രൂസിങ് റേഞ്ച്, അല്ലെങ്കിൽ അതിന് വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റുന്ന കപ്പാസിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ പവർ, അതിന് വേണ്ടിയിട്ടാണ് ഈ എൻജിൻ്റെ എണ്ണം കൂടുന്നത്. അത് പക്ഷേ ഇപ്പോൾ പുതിയ ടെക്നോളജീസ് വരുമ്പം നമ്മൾ കാണുമ്പോൾ പുതിയ എയർക്രാഫ്റ്റ്സിലൊക്കെ 4 എഞ്ചിനല്ല 2 എഞ്ചിനാണ്. ഇപ്പോൾ ബോയിങ്ങിൻ്റെ 777 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ഫ്ലൈറ്റ്. ഈ സാധനം ലോങ് റേഞ്ച് ഇറ്റ് ക്യാൻ ഫ്ലൈ അപ്പ് ലൈക്ക് 20 hours ഫ്ലൈ ചെയ്യുന്നത് 2 എഞ്ചിനില്ല. അത് ടെക്നോളജിയുടെ ഡെവലപ്മെൻ്റ് ആണ്. പണ്ട് ഈ 4 എഞ്ചിനുള്ള ഫ്ലൈറ്റും വന്നിട്ടുണ്ട്. 4 എഞ്ചിനുള്ള ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഹയർ എഫിഷ്യൻസി, ഹയർ ക്രൂസ് റേഞ്ച്, ഹയർ പവർ, ഹയർ ഓൾട്ടിറ്റ്യൂഡ് കപ്പാസിറ്റി, ഈ കാര്യങ്ങൾ അതിൻ്റെ ഇതായിട്ട്. ഇപ്പം നമ്മൾ ട്രെയിനിങ് നോക്കിയല്ലോ, ട്രെയിനിങ് വരുന്നത് സിംഗിൾ എഞ്ചിനാണ്. ഈ സിംഗിൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നോസിലൊരു പ്രൊപ്പല്ലർ കാണും. സിംഗിൾ എഞ്ചിൻ പിസ്റ്റൺ എഞ്ചിൻ. ഈ പിസ്റ്റൺ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കാറിൻ്റെ എഞ്ചിൻ അതെങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, 4 സ്ട്രോക്സ്, സിലിണ്ടർ, അതേപോലെ തന്നെ ഈ ജെറ്റിലേക്ക് പോകുമ്പം ജെറ്റ് എഞ്ചിൻ ഒരു ടർബൈൻ എഞ്ചിനാണ്. ടർബൈൻ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എയർ മിക്സ്ചർ, ഈ പറഞ്ഞ ഫ്യൂവൽ, കമ്പഷൻ, എക്സോസ്റ്റ്, അതിൻ്റെതായ സ്റ്റേജസ് ഉണ്ട്. അപ്പം ഇപ്പം ബ്രോ പറഞ്ഞ പോലെ നമ്മളടുത്ത് ഒരു എൻജിൻ ഫെയിലായാൽ നമുക്ക് ശരിക്കും സേഫ്റ്റി കാരണമാണ്. നമുക്ക് എന്ത് മാൽഫങ്ഷൻസ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഫെയിലിയർ, എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ എറർ വന്നാൽ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ടു ലാൻഡ് ദ എയർക്രാഫ്റ്റ്. കാരണം നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാണ്ടിരിക്കാം, പക്ഷെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്താൽ ലാൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ലാൻഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യാന്നുള്ളതാണ് അത് എനിത്തിങ്. അപ്പം ആസ് പെർ ഫ്ലൈറ്റിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് ഒരു ട്വിൻ എഞ്ചിൻ ഫ്ലൈറ്റ് ആണെങ്കിൽ ഒരു സിംഗിൾ എഞ്ചിൻ ഫെയിൽ ആയാൽ പോലും നമുക്ക് 1 എഞ്ചിൽ ക്രൂസ് ചെയ്യാം, നമുക്ക് പോകാം. ബട്ട് വാട്ട് ഇഫ് അതും ഫെയിലായാലും എന്ത് ചെയ്യും? അതും ഫെയിലായാൽ നമുക്ക് പിന്നെ ഗ്ലൈഡ് ചെയ്യുക. ആ ഗ്ലൈഡ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ 2 എഞ്ചിൻ ഫെയിലായാലും ഈ സാധനം താഴേക്ക് വീഴില്ല, നമുക്ക് ഗ്ലൈഡ് ചെയ്യാൻ പറ്റും. ഈ ഗ്ലൈഡ് ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട്. പക്ഷെ ആ ലിമിറ്റിൻ്റെ അകത്ത് എയർപോർട്ട് ഇല്ല എന്നാണെങ്കിൽ നമ്മൾ ചിലപ്പം ഒരു ഫീൽഡിൽ ഡിപ്പെൻസ് ഓൺ എയർക്രാഫ്റ്റ്. അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ സ്പീഡ്, ഫ്യൂവൽ എത്ര ഉണ്ട്, എത്ര വെയിറ്റ് ഉണ്ട്, നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ വെതർ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും ഈ ഗ്ലൈഡിങ് ഡിസ്റ്റൻസും ഗ്ലൈഡിങ് സ്പീഡും ഗ്ലൈഡിങ് ഓൾട്ടിറ്റ്യൂഡും എല്ലാം കൂടെ. അപ്പം അതാണ് ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഫെയിലിയർ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫോൾട്ട് വന്നാൽ ഫസ്റ്റ് തിങ് ലാൻഡ് ആസ് സൂൺ ആസ് പോസിബിൾ. കാരണം ഏവിയേഷൻ ആസ് പൈലറ്റ്സ് അല്ലെങ്കിൽ ആസ് എ ക്രൂ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പം ബാക്കിലുള്ള പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വിശ്വസിച്ചായിരിക്കുന്നു. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി. എന്തും ഫ്രം ദ ഗ്രൗണ്ട്, ഫ്രം എൻജിൻ സ്റ്റാർട്ട് ടു എൻജിൻ ഷട്ട് ഡൗൺ, ഫസ്റ്റ് തിങ് ഇസ് സേഫ്റ്റി. സേഫ്റ്റി വിട്ടിട്ടൊന്നുമില്ല. നമുക്ക് ഇപ്പം എയർലൈൻസിലോട്ടാണെങ്കിൽ പോലും നമുക്ക് ഇപ്പം ലാൻഡ് ചെയ്യാൻ വരുമ്പോൾ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടെങ്കിൽ ആസ് എ ഹ്യൂമൻ നേച്ചർ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ സ്ട്രെസ്ഡ് ആയിരിക്കും. നമ്മൾ അത്രയും കമ്മ്യൂണിക്കേഷൻസ്, അത്രയും വർക്ക് ലോഡ് കഴിഞ്ഞ് ലാൻഡ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോകാൻ വേണ്ടി നോക്കിയായിരിക്കും. പക്ഷെ ആ ടൈമിൽ പോലും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നാൽ ദ ഫസ്റ്റ് തിങ് ഇസ് ഗോ റൗണ്ട്. ലാൻഡിങ് ഇത് ഡിസ്മിസ് ചെയ്യുക, ഗോ റൗണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഗോ റൗണ്ട് ചെയ്താലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും നമ്മൾ എന്തുകൊണ്ട് ഗോ റൗണ്ട് ചെയ്തു.
ഇതില്ല ഗോ അറൗണ്ട് ചെയ്യാതെ നമ്മൾ ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് ലാൻഡ് ചെയ്യാം എന്നുള്ള അറ്റംപ്റ്റ് ചെയ്ത് ഇൻ കേസ് ഇഫ് സംതിങ് ഗോസ് റോങ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരിക നിങ്ങൾ എന്തുകൊണ്ട് ഗോ അറൗണ്ട് പോയില്ല എന്ന്. അപ്പം സേഫ്റ്റിയാണ് ഏറ്റവും പ്രയോറിറ്റി, ഏറ്റവും കൺസേൺ സേഫ്റ്റിയാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഒരു എൻജിൻ ഫെയിൽ ആയാൽ തന്നെ നമ്മൾ ലാൻഡ് ചെയ്യുക. അതപ്പുറം നമ്മൾ മേഡേ എന്ന് പറഞ്ഞ് കോൾ ചെയ്യും. അത് ഡിസ്ട്രസ് കോളാണ്. ആ കോൾ ചെയ്താൽ ഏത് എയർപോർട്ടിലാണോ നമ്മുടെ ഇൻറ്റൻഷൻ, ഏത് എയർപോർട്ടിലാണോ ലാൻഡ് ചെയ്യുന്നത് അവിടെ ഉള്ള എല്ലാ ട്രാഫിക്കിനെ ഒരു ഹോൾഡിൽ വെക്കും. വിൽ ഹാവ് ദ പ്രയോറിറ്റി ടു ലാൻഡ്. നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വരുള്ളൂ. അപ്പം സേഫ്റ്റിയാണ് അതിൻ്റെ. ഈ സേഫ്റ്റിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ക്രൈസിസിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചോദ്യം, ഇത് പഠിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്ന ഒരാളും കൂടിയാണല്ലോ. അതെ. നിങ്ങൾ ഇപ്പം ചില കേസ് സ്റ്റഡീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത്തരത്തിൽ പോലെ ഇങ്ങനെ ഈ ഒരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ട് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? US ഉണ്ടായിരുന്നു. അപ്പം ഫെറി ഫ്ലൈറ്റ് ചെയ്യാൻ പോയി. ഫെറി ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി പുതിയൊരു എയർക്രാഫ്റ്റ് വാങ്ങിച്ചു. ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് മിനിയാപോളിസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്, മിനസോട്ട എന്ന് പറയും, ബിറ്റ് നോർത്ത് ഓഫ് ഫ്ലോറിഡ. അവിടുന്ന് ഞങ്ങൾ ആ സിംഗിൾ എൻജിൻ ട്രെയിനിങ് എയർക്രാഫ്റ്റ്, ആ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് മയാമിക്ക് വരാൻ ഏകദേശം 18 to 19 hours ഫ്ലൈ ചെയ്യണം. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ജസ്റ്റ് ബിഫോർ ടേക്ക് ഓഫ് ഞങ്ങൾ നോക്കുമ്പം വിങ്സിൽ ഒരു വെള്ള കളർ പാച്ചസ് കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾ പഠിക്കുമ്പം ഈ എയർക്രാഫ്റ്റിൽ ഐസ് എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറാണ്. കാരണം നമ്മുടെ എയറോഡൈനാമിക്സ് ഇല്ലാണ്ടാക്കി കളയും. അപ്പോൾ ഈ ഒരു സംഭവം പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ ലൈഫിൽ ഐസിങ് എന്ന് പറഞ്ഞ സംഭവം റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അപ്പം നമ്മളത് എക്സ്പെക്റ്റും ചെയ്യുന്നില്ല. പക്ഷെ അതേപോലെ പല സമയത്തും പല വീഡിയോസിൽ ഈ ഐസിങ് കാരണം എന്തൊക്കെ അപകടങ്ങൾ പറ്റിയിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളൊരു വൈറ്റ് പാച്ചസ് ശ്രദ്ധിക്കുന്നത്. അപ്പോഴും ഞങ്ങൾ അവിടെ ആ ടൈമിന് നമ്മൾ ഓക്കെ എന്താണെന്നുള്ളത് നോക്കാം, ലെറ്റ്സ് ടേക്ക് ഓഫ്. ഞങ്ങൾ ടേക്ക് ഓഫിന് റെഡിയായി, ക്ലിയറൻസ് കിട്ടി നിൽക്കുക. പക്ഷെ ഞങ്ങളപ്പോൾ തന്നെ എന്ത് ചെയ്തു, വിളിച്ചു, ടേക്ക് ഓഫ് അബോട്ട് ചെയ്തു, തിരിച്ചു പോയി. ഞങ്ങൾ ഇറങ്ങി തൊട്ട് നോക്കിയപ്പോൾ അത് ഐസിൻ്റെ പാച്ചസാണ്. ഈ ഐസ് ഫോം ചെയ്താൽ ഫോം ചെയ്ത് തുടങ്ങിയാൽ പിന്നെ വിത്തിൻ മിനിറ്റ്സ് നമ്മുടെ ബോഡി ഫുൾ ഐസ് കവറാവും. ഇതായിക്കഴിഞ്ഞാൽ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒറ്റപ്പോക്കതായിട്ട് ക്രാഷ് ആവും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പല ടൈപ്പിലുള്ള കാര്യങ്ങളിലാണ് എനിക്ക് അവിടെ ഒരു ഇത് കിട്ടിയത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഡിസിഷൻ മേക്കിംഗ്, ഈ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസ്, നമ്മുടെ സേഫ്റ്റി കൺസേൺ, ഈ ഒരു കാര്യങ്ങളിൽ ഇപ്പം ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതോടുകൂടി ഇപ്പം എന്ത് ചെറിയൊരു ഇത് കിട്ടിയാലും നമ്മൾ എത്ര ടൈം പോയാലും കുഴപ്പമില്ല, അത് ഉറപ്പ് വരുത്തിയിട്ടേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുള്ളൂ. ഒരുപാട് സ്റ്റുഡൻസ് പൈലറ്റ് ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ എങ്ങനെയാണൊരു പൈലറ്റായിട്ട് മാറുക? എന്താണ് അതിൻ്റെ പഠനം എന്ന് പറയുന്നത്? നമുക്ക് പൈലറ്റ് ആവാൻ കുറേ വഴികളുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നോക്കി, ഇന്ത്യയിൽ ഫ്ലൈറ്റ് സ്കൂൾസ് ഉണ്ട്. ഇവിടെ UAE ഫ്ലൈറ്റ് സ്കൂൾസ്, US കാനഡയുണ്ട്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ. വി ഹാവ് ഇഷ്ടം പോലെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ 3 ലൈസൻസാണ് മെയിൻലി ഉള്ളത്. പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്, പിന്നെ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ്, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. നമ്മൾ PPL, IR, CPL എന്ന് പറയും. ഈ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഒരു ലേണേഴ്സ് എന്ന് പറയില്ലേ നമ്മുടെ നാട്ടിൽ, അത് നമുക്ക് ഫ്ലൈ ചെയ്യാം, നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാം, ലാൻഡ് ചെയ്യാം, അതിൻ്റെ ഫുൾ അതോറിറ്റി, അതിപ്പോൾ അതിൻ്റെ പൈലറ്റ് ഇൻ കമാൻഡ് ആയിട്ട് നമുക്ക് ഫ്ലൈ ചെയ്യാം. ബട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത് ഫ്ലൈ ചെയ്യാൻ തന്നെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഇത്ര വെതർ, ഇത്ര വിസിബിലിറ്റി മിനിമംസ്, ആ ഒരു വിസിബിലിറ്റിയുടെ മേളിലുണ്ടെങ്കിലേ ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര വിൻഡാണെങ്കിൽ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, ഇത്ര പാസഞ്ചേഴ്സിനെ ഇത്ര ദൂരത്തേക്കുള്ളിൽ ക്യാരി ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ശരിക്കും ബേസിക്കലി നമുക്ക് ഫർദർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ആയിട്ട് തന്നെ കൂട്ടാം. പിന്നെ ആൾക്കാർ ഈ പ്രൈവറ്റ് പൈലറ്റ് എടുക്കുക, സ്വന്തം ചെറിയ ഫ്ലൈറ്റുകളുണ്ടെങ്കിൽ ഒരു റീക്രിയേഷണൽ ഫ്ലൈയിങ്, അവർക്ക് ഇപ്പോൾ ദുബൈയിലുള്ള ഒരാളാണെങ്കിൽ ആൾക്ക് ദുബൈയിൽ ഇങ്ങനെ ഒരു 3000 feet 4000 feet ഫ്ലൈ ചെയ്യുക, അതിനുള്ള ഒരു ലൈസൻസാണ് PPL. ഇത് കഴിഞ്ഞാൽ പിന്നുള്ളത് ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ്. ഈ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹൗ ടു ഫ്ലൈ ഇൻ ബാഡ് വെതർ. ഇപ്പം നമ്മൾ ഇടയ്ക്ക് ലാൻഡ് ചെയ്യാൻ വരുമ്പോൾ കാണാം നമ്മൾ ഫോഗിലായിരിക്കും. ഈ ഫോഗിൽ നമുക്കൊന്നും കാണില്ല, പക്ഷെ എന്നാൽ പോലും ഒരു ഫ്ലൈറ്റ് വന്ന് കറക്റ്റ് ലാൻഡ് ആവുന്നുണ്ട്. ആ ഒരു ഫ്ലൈയിങ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് കണ്ടീഷൻസ്. ഈ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഫ്ലൈ ചെയ്യുക സോൾലി ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ്സ് വിത്തൗട്ട് വിഷ്വൽ റെഫറൻസ്.
പുറത്തൊന്നും നമ്മൾ നോക്കില്ല, അകത്തെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഫ്ലൈ ചെയ്യുക. അതാണ് ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ്. അപ്പോൾ PPL എടുത്ത് ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ് എടുത്താൽ നമുക്ക് ഫ്ലൈ ചെയ്യാം. അവിടെ ഈ പറയുന്ന വിസിബിലിറ്റി അല്ലെങ്കിൽ ഈ നമ്മുടെ വെതർ കണ്ടീഷൻസ്, വെതറിൻ്റെ ലിമിറ്റേഷൻസ് അവിടെ മാറി. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ് ഉള്ളതുകൊണ്ട് ഇൻസ്ട്രുമെൻറ്റ് നോക്കി ഫ്ലൈ ചെയ്യാനുള്ള റേറ്റിംഗും കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഡു ബോത്ത്. പക്ഷേ നമുക്ക് വർക്ക് ചെയ്യാൻ പാടില്ല. വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ബി ബിൽഡിംഗ് മോർ അവേഴ്സ്. നമുക്ക് എക്സ്പീരിയൻസ് കൂട്ടി ഒരു എയർലൈൻസിലേക്ക് പോകാനുള്ള രീതിക്ക് നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഈ 3 ലൈസൻസാണ് ബേസിക്കലി ഉള്ളത്. ഇതൊക്കെ ചെയ്യുക ഓൾമോസ്റ്റ് സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റിലാണ്. ഈ കൊമേഴ്ഷ്യലിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് നമുക്കൊരു ഫ്യൂ അവേഴ്സ് ഓഫ് ട്രെയിനിങ് മൾട്ടി എഞ്ചിനീ വരും. അപ്പോൾ ആ മൾട്ടി എഞ്ചിനും കൂടെ കഴിഞ്ഞാൽ വി ആർ റെഡി ഫോർ ആൻ എയർലൈൻ. പിന്നെ എയർലൈൻസിൽ കയറുമ്പം ടൈപ്പ് റേറ്റിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കയറാൻ പറ്റുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള എയർക്രാഫ്റ്റ്സ് ആണ് ബോയിങ് 737, എയർബസ് 320. അതാണ് നാരോ ബോഡി എയർക്രാഫ്റ്റ്. ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു ജോലിക്ക് കയറാൻ നിൽക്കുന്ന ടൈമിന് നമുക്ക് ടൈപ്പ് റേറ്റിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഗെറ്റിംഗ് സ്പെഷ്യലൈസ് അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയാം. ഗെറ്റിംഗ് യൂസ് ടു ദ ഫ്ലീറ്റ് യുവർ ഫ്ലൈ. 320 ആണെങ്കിൽ 320യുടെ സിസ്റ്റംസ്, ആ 320 സിസ്റ്റംസ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിനെ ഫെമിലിയറൈസ് ചെയ്യുന്ന കോഴ്സാണ് ടൈപ്പ് റേറ്റിംഗ്. 737 ആണെങ്കിൽ 737ൻ്റെ ടൈപ്പ് റേറ്റിംഗ്. ഇപ്പോൾ 320 പറഞ്ഞ ഒരാൾ 737 പോയാൽ 737ൻ്റെ ടൈപ്പ് റേറ്റിംഗ് ചെയ്യണം. അപ്പം അതൊരു 1 month കോഴ്സാണ്. അപ്പം ഇതാണ് ഒരു ജോലിയിലോട്ട് കയറാനുള്ളൊരു സ്റ്റെപ്പ്. ഫസ്റ്റ് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്, ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ്, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. നൗ ഇത് ഏത് രാജ്യത്ത് ചെയ്യുന്നോ അവരുടെ റെഗുലേഷൻസ് അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട് കോഴ്സ് ചെയ്യുന്ന രീതിക്ക്. ഇപ്പം നമ്മൾ നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ DGCയുടെ ഗ്രൗണ്ട് സ്കൂൾ, ഈ ഗ്രൗണ്ട് സ്കൂൾ നമുക്ക് സ്വന്തം പഠിക്കാം. നമ്മുടെ യൂട്യൂബിൽ നോക്കി ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്താൽ നമുക്ക് സ്വന്തം പഠിക്കാവുന്നേ ഉള്ളൂ. DGCയുടെ കമ്പ്യൂട്ടർ നമ്പർ എടുക്കുക, അതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് DGC എക്സാംസ് എവറി 3 months നമ്മുടെ നാട്ടിൽ എക്സാംസ് ഉണ്ട്. ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഏത് ഫ്ലൈയിങ് ക്ലബിലും പോയി ജോയിൻ ചെയ്ത് നമുക്ക് ട്രെയിനിങ് എടുക്കാം. അതൊന്ന്. ഇപ്പോൾ നമ്മളിപ്പോൾ USA പോവുകയാണെങ്കിൽ മാർക്കറ്റ് വൈസ് നോക്കുമ്പം US, കാനഡയാണ് ഏറ്റവും കൂടുതൽ ഏവിയേഷൻ ഫ്ലൈറ്റ് സ്കൂൾസ് ഭയങ്കരമായിട്ടുള്ളത്. ഇപ്പോൾ US-ലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെൻസ് ഇപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ കമ്പയർ ചെയ്യുമ്പം ഐ വുഡ് സേ US ഈസ് മച്ച് ചീപ്പർ. കാരണം അവിടെ ഫ്യൂവലിന് പൈസ കുറവാണ്, ഇഷ്ടം പോലെ ഫ്ലൈറ്റ് സ്കൂൾസ് ഉണ്ട്, ഇഷ്ടം പോലെ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം അവർക്ക് ആ ഒരു റേറ്റ് കുറച്ചുകൂടെ ചെയ്യുമ്പം, പക്ഷെ അതേപോലെ നോക്കുമ്പം നമ്മുടെ ലിവിങ് എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ് US-ൽ. പക്ഷേ നമ്മുടെ ഇന്ത്യൻ വെതർ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു 2 കൊല്ലം 2.5 കൊല്ലത്തോളം ട്രെയിനിങ് ചെയ്യാനെടുക്കും ഇന്ത്യയിൽ. US-ൽ ഇപ്പം ഇഫ് യു ഗോ ടു സൗത്ത് ഫ്ലോറിഡ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് സ്കൂൾസ്, മയാമി. അവിടെ 10 മാസം, ഒരു വർഷം മാക്സിമം 1 വർഷം നമുക്ക് ട്രെയിനിങ് തീർക്കാൻ പറ്റും. കാരണം വെതർ അത്രയും ഫേവറബിളാണ്, അങ്ങനെ തീർക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഇപ്പം ഒരു ഏവിയേഷൻ ഇംഗ്ലീഷ് എന്ന് വെച്ച് നോക്കിയാൽ തന്നെ ഇപ്പോൾ US-ൽ നിന്നൊക്കെ പോയാൽ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എല്ലാം ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാകാൻ പറ്റിയ ഒരു സ്ഥലമാണ് US. ഈ നമ്മുടെ വെതറിൻ്റെ ചലഞ്ച് മഴയാണോ? എന്താണ് മഴ, ക്ലൗഡ്സ്, ഇതൊക്കെ തന്നെ. ഇപ്പോൾ ഒരു ഓപ്പറേഷൻസ്, ഒരു പ്രോപ്പർ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ഒന്നും പ്രശ്നമല്ല. ട്രെയിനിങ് ചെയ്യുമ്പം അവർക്ക് ആ ഒരു അത്രയും വിസിബിലിറ്റി, അത്രയും നല്ല കണ്ടീഷൻസിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലെറ്റ് ദം ഗോ ടു US. അങ്ങനെ. അപ്പം US-ൽ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു വെതർ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. നമ്മൾ ഈ പണ്ട് മുതലേ ക്ലാസ്സിൽ ടീച്ചർ എന്താവാനാണ് ആഗ്രഹം ചോദിക്കുമ്പോൾ പറയുന്ന ഇതിൽ നമ്മൾക്ക് എന്താ തീരെ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തിലൊന്നാണ് ഈ പൈലറ്റ്. നമ്മൾ വെറുതെയെങ്കിലേക്ക് നമ്മൾ ഇങ്ങനത്തെ ഭാഷക്ക് പറയാറുണ്ട്. പുതിയ കുട്ടികളിൽ ഇത് എത്രത്തോളം അവർക്ക് എങ്ങനെ താല്പര്യമുണ്ട്, എത്രത്തോളം ആളുകൾ ഇപ്പോൾ ഒരു വർഷങ്ങളുടെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ പുതിയ കുട്ടികൾ പ്രിഫർ ചെയ്യുന്ന ഒരു മേഖലയായിട്ട് ഇത് മാറുന്നുണ്ട്? നമ്പേഴ്സ് എങ്ങനെ ഉണ്ട്? നല്ല രീതിക്ക്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ നോക്കിയാൽ തന്നെ നമ്മുടെ ഒരു സദേൺ ഇന്ത്യ, ഒരു സൗത്ത് ഇന്ത്യ ഭാഗത്ത് നോക്കിയാൽ ഈ ഏറ്റവും കൂടുതലൊരു ജെന്യൂൻ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടാനുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലിപ്പോൾ നോക്കിയാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഫ്ലൈറ്റ് സ്കൂൾ ഇല്ലാതെ ഇപ്പം ഓരോന്ന് തുടങ്ങി വരുന്നുണ്ട്. പക്ഷെ ആ ഒരു പണ്ട് കാലത്ത് അതില്ലാത്തതിൻ്റെ പേരിലാണ് ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സും എൻജിനീയേഴ്സുമാണ്. അതെന്തുകൊണ്ടാണ്? മെഡിക്കൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടേ കുറേ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജസ് ഉണ്ട്, എൻജിനീയറിങ് കോളേജുകളുണ്ട്. അതല്ലാണ്ട് ഈ ഒരു ഏവിയേഷൻ, ഈ ഫ്ലൈറ്റ് സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫെസിലിറ്റി ഇല്ല.
അത് കാരണമാണ് ഇപ്പം നമ്മുടെ നാട്ടിപ്പം സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റ് ഇതൊക്കെ അത്രയും ആക്സസിബിലിറ്റി കൂടിയപ്പം ദേ സ്റ്റാർട്ടഡ് ടു ഗെറ്റിംഗ് നോ അബൌട്ട് ദിസ്. ഇവർക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റി. അങ്ങനെ ഇപ്പം നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ കുറേ പേര് പൈലറ്റ് സ്കൂള് ഇപ്പോൾ ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് തന്നെ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. നമ്മൾ പറ്റുന്ന ഗൈഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇഷ്ടം പോലെ ആൾക്കാർ ഇതറിഞ്ഞിട്ട് ഇപ്പം ഇതിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഇത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റും. പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, കുറേ പഠിക്കാനുണ്ട്. പക്ഷേ നമുക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ ഈ ഫോർമുല ബൈ ഹാർട്ടായിട്ട് പഠിക്കുക അതൊന്നുമല്ല. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മളിപ്പം പുറത്തിറങ്ങി നോക്കുമ്പം ക്ലൗഡ്സ്, നമ്മളീ പഠിക്കുന്ന ക്ലൗഡ്സിനെ കുറിച്ചാണ്. ഈ ക്ലൗഡ്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, ഈ ഏത് ക്ലൗഡ്സിൽ നമുക്ക് എൻട്രി ചെയ്യാം, ഏത് ക്ലൗഡ്സിൽ എൻട്രി ചെയ്യരുത്, അതിൻ്റെ ഷേപ്പ് എങ്ങനെ, കളർ എങ്ങനെ, അതിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലാം പഠിക്കും. പിന്നെ മെട്രോളജി, പിന്നെ എന്താ പറയുക, നമ്മുടെ ഫ്ലൈറ്റ് പ്ലാനിങ്, ഹ്യൂമൻ ഫാക്ടേഴ്സ്, നമ്മുടെ ബോഡിയിൽ മേളിലോട്ട് പോകുമ്പോൾ പ്രഷർ ഡിഫറൻസ് വരും. അതുമൂലം ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡിനെ പോയിട്ടുണ്ടെങ്കിൽ ഈ കാർബൺ ഡയോക്സൈഡ്, ഹൈപ്പോക്സിയ, ഹൈപ്പർ വെന്റിലേഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ബോഡിയിൽ സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളും. അപ്പോൾ അതിനെപ്പറ്റി ശരിക്കും നമ്മളിത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ ഓരോ ടോപ്പിക്സും ഇതിൻ്റെ അകത്ത് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുക, ഒരു എഫേർട്ട് ഇട്ട് പഠിക്കുന്നതും കൂടാതെ ഈ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇൻട്രസ്റ്റോട് കൂടി സുഖമായിട്ട് പഠിച്ചു പോകും. ഈ മേഘങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പം മേഘങ്ങളുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പം അങ്ങനത്തെ പോകാൻ പറ്റാത്ത മേഘങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾക്കിപ്പം CB ക്ലൗഡ്സ് എന്ന് പറയും, ക്യുമുലോ നിംബസ് ക്ലൗഡ്സ് എന്ന് പറയും. ഈ നല്ല ഉണ്ടായിട്ട് നിൽക്കുന്നത്. അതെ, അതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് ഐസ് കാണാം. ഇപ്പം ഈ വാട്ടർ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ഒക്കെ അത്രയും കാണാം. പക്ഷെ അതിലൊക്കെ കയറിയാലുള്ള പ്രശ്നം, ഇപ്പം നമ്മളൊരു അത്രയും ഫ്രീസിങ് ലെവൽസ് അല്ലെങ്കിൽ ഒരു തണുപ്പുള്ള സ്ഥലത്താണ് ഫ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ഫോം ഐസ്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ എയർ ഫ്രെയിമിൽ ഐസ് ക്രിയേറ്റ് ചെയ്യാം. ഐസൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ കൺട്രോൾ, അതൊക്കെ അതിൻ്റെ എക്സ്ട്രീം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അപ്പോൾ ഇതിന് പഠിക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് വരുന്നത്? നമ്മൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമാണോ? അല്ല, സയൻസ് നിർബന്ധമാണ് നാട്ടിൽ മാത്രം. അതിപ്പം റീസെൻ്റ്ലി ഒരു ന്യൂസ് വന്നത്, അത്രത്തോളം ജെന്യൂൻ അറിയില്ല, അവർ ഈ സയൻസ് റിക്വയർമെൻ്റ് എടുത്ത് മാറ്റാൻ പോവാന്ന് കേട്ടു. പക്ഷേ UAE US പോയാൽ സയൻസ് ഒരു റിക്വയർമെൻ്റ് അല്ല. ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻറ്റാണ്. ഞാൻ കൊമേഴ്സാണ് എടുത്തത്. കൊമേഴ്സ് കഴിഞ്ഞ് 12th കൊമേഴ്സ്. ഡിഗ്രി എന്തെങ്കിലും ഉണ്ടോ? ഡിഗ്രി ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലൈറ്റ് ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഐ ഡിഡ് മൈ BBA ചെയ്തു. അപ്പം BBA എൻ്റെ ഇപ്പം കഴിഞ്ഞ. സോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബിരുദം വേണ്ട, റിക്വയർമെന്റ് അല്ല. 12th ഈ പറയുന്ന നമുക്ക് ഹൈസ്കൂൾ, ഇപ്പം ഈ 12th നമ്മുടെ ഇവിടെ 12th ചെയ്യുന്നു. ചില സ്ഥലത്ത് ഈ നമ്മൾ US പോയാൽ യു ക്യാൻ സ്റ്റാർട്ട് ഫ്ലൈയിങ് ഇഫ് യു പാസ് 10th കഴിഞ്ഞാൽ തുടങ്ങാം. പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ ലെവലിലേക്ക് പോകുമ്പോൾ യു നീഡ് 12th. ഒരു ഹൈസ്കൂൾ ഇത് വേണം, ഡിപ്ലോമ അല്ല, അറ്റ്ലീസ്റ്റ് ഡിപ്ലോമ വേണം, അത്രേ ഉള്ളൂ. എന്നാൽ ഈ ഡിഗ്രി അതൊരു റിക്വയർമെൻ്റ് അല്ല. ഞാൻ ചെയ്ത നമുക്ക് ഡിഗ്രി എടുക്കണം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ പാരലലി എടുത്താണ്. അതുപോലെ ഹൈറ്റ്, വെയിറ്റ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഹൈറ്റ്, വെയിറ്റ്, BMI, ബോഡി മാസ് ഇൻഡെക്സ്, വി ഷുഡ് ബി ഫിറ്റ് ഇനഫ് ടു ഫ്ലൈ. ഇപ്പം നമുക്ക് ഈ പറയുന്ന നമ്മൾ കോക്പിറ്റിൽ ഇരുന്നാൽ ഓവർ ഹെഡ് പാനൽ, അതിലൊക്കെ നമുക്ക് കൈയെത്തണം, ഇതാക്കാം, അത്രേ ഉള്ളൂ. ബൈ റെഗുലേഷൻസ് ഇതിനൊരു ഹൈറ്റ് റിക്വയർമെൻറ്റോ വെയിറ്റ് റിക്വയർമെൻറ്റോ ഇല്ല. പക്ഷേ ചില എയർലൈൻസ് അവരുടെ റിക്വയർമെൻ്റ് ആയിട്ട് വെക്കും, ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിന് ഇത്ര ഹൈറ്റ് വേണം, ഇത്ര വെയിറ്റ് വേണം. വെയിറ്റ് അല്ല, ഹൈറ്റ് റിക്വയർമെൻറ്റ്. അതാണ് അങ്ങനെയാണ് അതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കോഴ്സ് പഠിക്കുമ്പം ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ജോലി സാധ്യത പാരൻസിൻ്റെയും സ്റ്റുഡൻസിൻ്റെ ഒക്കെ കൺസേൺ ആണ്. എത്രത്തോളം ജോലി സാധ്യതകൾ ഇപ്പം ഉണ്ട്? ഇപ്പം നമ്മുടെ കോവിഡ് വന്നപ്പം ഈ ഏവിയേഷൻ ഫീൽഡ് ഭയങ്കരമായിട്ടൊന്ന് ഡൗൺ ആയി. പക്ഷെ അത് കഴിഞ്ഞ് ഭയങ്കര ബൂമിങ് ആണ് ഇപ്പോഴും. അടുത്ത നെക്സ്റ്റ് 10 years ആ ബൂമിങ് നിൽക്കില്ല, ഭയങ്കരമായിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും എയർലൈൻസുകൾ വരുന്നുണ്ട്, അത്രയും ആൾക്കാരുടെ ട്രാവൽ റിക്വയർമെൻറ്റ്സ് കൂടുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ ഈ ലൈസൻസ് എടുത്തിട്ട് വെറുതെ നമ്മൾ വീട്ടിൽ ഇരുന്ന് ഓരോരോ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. വി ഷുഡ് ട്രൈ ടു മേക്ക് കോൺടാക്ട്സ്. നമ്മൾ മാക്സിമം എവിടെയൊക്കെ നമുക്ക് എത്താൻ പറ്റും അവിടെയൊക്കെ എത്തി യു ഷുഡ് ട്രൈ ടു ഗെറ്റ് ഇൻ. അപ്പോൾ ഒരു വർഷം ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. അവർക്കെല്ലാം ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഒരു എയർലൈൻസിൽ ക്യാപ്റ്റൻസ് ഉണ്ട്, ഫസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ട്. ഈ ക്യാപ്റ്റൻസ് ഒരു സർട്ടൺ ഏജ് ചെയ്യുമ്പം റിട്ടയർ ആവും.
ഈ റിട്ടയർ ആകുമ്പം ഫസ്റ്റ് ഓഫീസേഴ്സ് അപ്ഗ്രേഡ് ചെയ്ത് ക്യാപ്റ്റനിലേക്ക് വരും. അപ്പോൾ ഈ ഫസ്റ്റ് ഓഫീസേഴ്സ് ആരാ? പഠിച്ചു വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും അടുത്ത ഫസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ സെക്കൻഡ് ഓഫീസേഴ്സിലേക്കായിട്ട് പോവാം. ഒരു ഫ്ലൈറ്റിൽ എത്ര ഓഫീസേഴ്സ് ഉണ്ടാവും? 2 പേരാണ് നോർമൽ. ഇപ്പോൾ 2 പേരാണ്. ഇപ്പോൾ ലോങ് റേഞ്ച് ഫ്ലൈറ്റുകളാണെങ്കിൽ അവർക്ക് 4 ക്രൂ അല്ലെങ്കിൽ 5 ക്രൂ. അവരത് ഷിഫ്റ്റായിട്ട് ഒരു 3 hours ഫ്ലൈ ചെയ്യുക, അത് റെസ്റ്റ് എടുക്കുക, അങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അത് നമ്മൾ അതിലേക്ക് എത്തിപ്പെടാനുള്ളതെന്ന് വർക്ക് ചെയ്യുക. നമ്മൾ ലൈൻസ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. പിന്നെ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ പെർഫോമൻസ്. കോമ്പറ്റീഷനുണ്ട്, കോമ്പറ്റീഷൻ നല്ല രീതിക്കുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരു എയർലൈൻസ് ഇൻ്റർവ്യൂ ഓപ്പൺ ചെയ്താൽ ഏറ്റവും മിനിമം ഒരു 1,000-1,500 ആപ്ലിക്കൻസ് വരും. അതിൽ ചിലപ്പോൾ 100 പേരെ 150 പേരെ എടുക്കുകയുള്ളൂ. അപ്പം കോമ്പറ്റീഷൻ, നമ്മൾ ചെയ്യുന്ന നമ്മുടെ സ്കില്ല്, അതിനാണ് നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും വി ഷുഡ് ഡു അവർ ബെസ്റ്റ്. ആ ഒരു സ്കില്ലും നോളജും നമ്മൾ ബിൽഡ് ചെയ്തെടുത്താൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ടു ഗെറ്റ് എ ജോബ്. കിട്ടും. നമ്മൾ വെറുതെ ഇരിക്കരുത്. വി ഷുഡ് കീപ്പ് ഓൺ വർക്കിംഗ്. ഹാർഡാണ്, ഭയങ്കര പാടാണ്. നമ്മൾ ആ ഒരു 100% നമ്മൾ കോർഡിനേഷൻ ഇട്ട് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ ഷുവർ. 100%. ഈ കരിയർ ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ അവർക്ക് പിന്നെ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്താ? ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഓഫീസറോ പിന്നെ പൈലറ്റ് ആയെന്ന് പറഞ്ഞു. അത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മറ്റു ഓപ്ഷൻസ് ഉണ്ടോ? അത് വൺസ് ഇത് കഴിഞ്ഞാൽ ഇതിലെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഫ്ലൈറ്റ് ട്രെയിനിങ് ചെയ്യുന്നു, പൈലറ്റ് ആവുന്നു, അതല്ലേ ഉള്ളൂ. പക്ഷേ കൊമേഴ്ഷ്യൽ ലൈൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ റേറ്റിംഗ് എടുക്കാം. ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ റേറ്റിംഗ് എടുത്ത് നമ്മളൊരു നല്ലൊരു എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഇൻ ടു എയർലൈൻ ഫസ്റ്റ് ഓഫീസർ. ഫസ്റ്റ് ഓഫീസറായി കുറേ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ വിൽ ബി ക്യാപ്റ്റൻ. ക്യാപ്റ്റനായി കുറേ കഴിഞ്ഞാൽ വിൽ ബി ട്രെയിനിങ് ക്യാപ്റ്റൻ. ക്യാപ്റ്റനാണ് ഒരു ഫസ്റ്റ് ഓഫീസറിനെ ക്യാപ്റ്റൻ ആവാൻ ട്രെയിൻ ചെയ്യുക, ട്രെയിനിങ് ക്യാപ്റ്റൻ. ഈ ട്രെയിനിങ് ക്യാപ്റ്റൻ കഴിഞ്ഞാൽ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്ട്രക്ടർ ആവും. ഈ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ പിന്നെ ടൈപ്പ് റൈറ്റിംഗ് എക്സാമിനർ, പിന്നെ ക്യാപ്റ്റൻ ആവാനുള്ള ആളെ എക്സാമിൻ ചെയ്യുക. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വെളിയിൽ പോയ ഈ പറയുന്ന ഫ്ലൈറ്റിൻ്റെ നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് എക്സാമിനർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആവാനുള്ള എക്സാമിനർ, അങ്ങനത്തെ ഇതിലേക്ക് പോവാം. പക്ഷെ ആ ഒരു ടൈം ആകുമ്പോൾ ഏകദേശം നമുക്ക് 60 years 65 years ആവും റിട്ടയർ. എന്തുകൊണ്ടാണ് ഇതിനെ ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്നത്? ടൈപ്പ് റൈറ്റിംഗ് അല്ല, ടൈപ്പ് റൈറ്റിംഗ്. ഞാൻ അവിടെ കോക്പിറ്റിൽ കുറെ അടിക്കുന്ന പരിപാടി. ടൈപ്പ് റൈറ്റിംഗ് അതായത് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന ടൈപ്പ്, ആ ടൈപ്പിന്റെ റേറ്റിംഗ് എടുക്കുക. ടൈപ്പ് റൈറ്റിംഗ്. നമ്മുടെ റേഡിയോ സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ വന്നാൽ ഈ സാധനം കാണുമ്പോൾ ഇത് എന്താണ് ഇത്രയും സാധനങ്ങൾ, അതേപോലത്തെ ഇതിന്റെ ഒരു 10 ഇരട്ടിയാണ് ഒരു കോക്പിറ്റിനകത്ത്. എന്തിനാണ് ഇത്രയും സ്വിച്ച് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എവറിത്തിങ് എല്ലാം ഉപയോഗിക്കും അല്ലേ? നമ്മള് അത് ശരിയാട്ടാ. ഇതിൽ കുറെ ബട്ടൺ കാണും, പലതും അറിയില്ല. നമ്മളിതിലാകെ ഒരു സ്ഥിരമായിട്ട് 3-4 ബട്ടണാണ് യൂസ് ചെയ്യുന്നത്. അതാണ് എല്ലാ തവണയും വേണ്ട. അതിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന 2 ബട്ടൺ ഉണ്ടാവും. നമ്മുടെ ഇതില് ഇപ്പം GPS ഒരു ബട്ടൺ, GPS, ലൈറ്റ്, നമ്മുടെ എന്താ പറയാ റേഡിയോസ്, ഫ്യൂവൽ പമ്പ്, പിന്നെന്താ പല ടൈപ്പ് എഞ്ചിൻ ഓണാക്കുക, അതിന്റെ സ്റ്റാർട്ടർ, മാഗ്നറ്റോസ് ഓണാക്കുക, ഇതെല്ലാം ഓണാക്കി ഉണ്ടാവും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന്റെ ഇതായി പറയണത് ഇതിൽ മിക്കവാറും നമ്മൾ ഓൾറെഡി സെറ്റായിട്ട് വെച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും കളിക്കാൻ വേണ്ടി പോകില്ല. ഫ്ലൈറ്റിൽ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും, അതോ നമ്മൾ എല്ലാം കയറിയതിന് ശേഷം എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് ഫ്രം ഡാർക്ക് കോക്പിറ്റ് ടു ഡാർക്ക് കോക്പിറ്റ്. ഡാർക്കിൽ നമ്മൾ തുടങ്ങുന്നു. നമ്മൾ പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരാളുടെ നമ്മൾ പഠിച്ച എക്സ്പീരിയൻസിലല്ലേ, ചെക്ക് ലിസ്റ്റ് ഉണ്ട്. എത്ര എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിലും നമ്മൾ ആ ചെക്ക് ലിസ്റ്റ് നോക്കും. ഓക്കെ, ജനറേറ്റർ ഓൺ ആക്കണമെങ്കിൽ ജനറേറ്റർ 1 ഓൺ. അത് വെർബലി നമ്മൾ സ്പീക്ക് ഔട്ട് ചെയ്ത് വി ആർ കൺഫേമിങ് എവറിത്തിങ്. അത് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എഞ്ചിൻ. ഇതൊക്കെ റെക്കോർഡിംഗ് ആയിരിക്കോ? എല്ലാം റെക്കോർഡിംഗ് ആയിരിക്കും. നമ്മുടെ ഈ കോക്പിറ്റ് റെക്കോർഡർ ഉണ്ട്. അപ്പോൾ ഈ സംഭവം നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൺ ആണ്. എന്തെങ്കിലും ഒരു എറർ പറ്റാം. ഒരു സാധനം ചിലപ്പോൾ മറന്നു പോയാൽ അതിൻ്റെതായ ഫോൾട്ടുകളോ അതിൻ്റെതായ പ്രശ്നങ്ങളോ വരാം. അതും ഇല്ലാണ്ടിരിക്കാനാണ്, അതും സേഫ്റ്റി. ഈ സേഫ്റ്റി കൺസേൺ ആയിട്ടാണ് നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ് വി ഫോളോ ദ ചെക്ക് ലിസ്റ്റ്. അതിപ്പം നമ്മൾ ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്യുന്നു, ചെക്ക് ലിസ്റ്റ് റീഡ് ഔട്ട് ചെയ്യുന്നു. എൻ്റെ കൂടെയുള്ള എൻ്റെ കോ പൈലറ്റ് വിൽ ഡു ഇറ്റ് ആൻഡ് ഹി വിൽ കൺഫേം ഇറ്റ്. ഞാനത് നോക്കും, കൺഫേം ചെയ്യും. ഇപ്പോൾ ഒരു വെയിറ്റ്, നമ്മുടെ ബാലൻസിങ് നോക്കുകയാണെങ്കിൽ പോലും എൻ്റെ കാൽക്കുലേഷൻ ഞാൻ ചെയ്യും, എൻ്റെ കോ പൈലറ്റ്
സ്വന്തമായിട്ട് കാൽക്കുലേഷൻ ചെയ്യും, എന്നിട്ട് ഞങ്ങൾ മാച്ച് ചെയ്യും. എവിടെയെങ്കിലും ഒന്ന് തെറ്റിയാൽ അത് തെറ്റിപ്പോവുമല്ലോ, അല്ലെങ്കിൽ അത് കറക്റ്റ് കിട്ടും. വിൽ മേക്ക് ഇറ്റ് കൺഫേം ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ഓട്ടോ പൈലറ്റ് ഉണ്ട്. ചില ആളുകൾ ചില പൈലറ്റുമാർ ആ സമയത്ത് ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ ഉറങ്ങാറുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു വർക്ക് വരുന്നത്? രണ്ടുപേരും ഉറക്കത്തിൽ പോവോ? അങ്ങനെ പോയ സംഭവം ഉണ്ടായെന്നും വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സാധനമാണ്. കാരണം നമുക്ക് ഇപ്പം നമ്മുടെ ഏവിയേഷൻ ആക്സിഡൻസ് വെച്ച് നോക്കിയാൽ 80% ഹ്യൂമൻ എറർ കാരണം ഉണ്ടായിരിക്കുന്ന ആക്സിഡൻസാണ്. അതിനെയൊക്കെ കുറേ രീതിക്ക് മാറ്റി ഒരു സംഭവമാണ് ഈ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ്സ്, നമ്മുടെ റേഡിയോ സിഗ്നൽസ്, ഇതെല്ലാം ഉപയോഗിച്ച് അത്രയും അക്യുറേറ്റ് ആയിട്ടാണ് ഈ സാധനം ഫ്ലൈ ചെയ്ത് പോവുക. ചില എയർലൈൻസിൻ്റെ പോളിസീസ് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു ഒരു 300 feet കഴിഞ്ഞാൽ ഓട്ടോ പൈലറ്റ് ഓൺ ആക്കുക. പിന്നെ നമ്മൾ കൺട്രോൾസ് തൊടാൻ പാടില്ല, ഓട്ടോ പൈലറ്റ് ആയിരിക്കണം. അത് കമ്പനി പോളിസീസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ ലാൻഡ് ചെയ്യാൻ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ തൊട്ട് മുന്നേ ഓട്ടോ പൈലറ്റ് ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മൾ ലാൻഡ് ചെയ്യുക. ഇപ്പോഴത്തെ ടെക്നോളജിയിൽ ഫ്ലൈറ്റ് വന്ന് ഓട്ടോ ലാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നേരെ സാധനം വന്ന് ഓട്ടോ ലാൻഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്ത് നിർത്തിക്കോളൂ. ഒന്നും ചെയ്യണ്ട, വി ആർ ജസ്റ്റ് ദെയർ ടു മോണിറ്റർ. അപ്പം അവിടെ നമ്മൾ നോക്കുമ്പം ഒരു കമ്പ്യൂട്ടറാണ്, സിസ്റ്റമാണ്, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അപ്പം ഒരു ബാക്കപ്പ്. അപ്പം അതിനെ നമ്മൾ അതിലെന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നാൽ നമ്മൾ ഓട്ടോ പൈലറ്റ് ഡിസെൻഗേജ് ചെയ്യുക, നമ്മൾ ഫ്ലൈ ചെയ്യുക. പക്ഷെ എന്നാൽ പോലും ഫ്ലൈയിങ്ങിൽ വെച്ച് നോക്കിയാൽ ഒരു ഹ്യൂമൻ ഫ്ലൈയിനെക്കാട്ടിലും അത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടുതലാണ് ഈ ഓട്ടോ പൈലറ്റ് ഇത് ചെയ്യുമ്പോൾ. പിന്നെ അത്രയും നമുക്ക് വർക്ക് ലോഡും കുറവാണ്. നമ്മുടെ കോഴിക്കോട് കരിപ്പൂർ അപകടം ഉണ്ടായിരുന്നു, അത് എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടായിരുന്നത്? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഡിസിഷൻ, പൈലറ്റ്സ് ഡിസിഷൻ. ആ ടൈമിൽ ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞൊരു സംഭവം, ഗോ അറൗണ്ട്. ആ ഒരു സമയത്ത് ആ ക്യാപ്റ്റൻ വന്ന് ലാൻഡ് ചെയ്ത സമയം നോക്കിയാൽ നമുക്ക് എപ്പോഴും റൂളുണ്ട്, വി ഓൾവേസ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡ് ഇൻ ടു ദ ഹെഡ് വിൻഡ്. നമുക്ക് ഫ്രണ്ടിൽ നിന്നാണ് കാറ്റ്, അതായത് നമ്മൾ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാറ്റടിക്കുന്നത് ഹെഡ് വിൻഡ് എന്ന് പറയും, ബാക്കിൽ നിന്ന് കാറ്റടിച്ചാൽ ടെയിൽ വിൻഡ് എന്ന് പറയും. ഈ ഒരു ഫ്ലൈറ്റിന്, ആ ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റിന് ഒരു അപ്രോച്ച് സ്പീഡുണ്ട്. ഈ അപ്രോച്ച് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ വന്നാലേ നമുക്ക് കറക്റ്റ് ടച്ച് ഡൗൺ പോയിന്റിൽ നമുക്ക് ടച്ച് ഡൗൺ ചെയ്യാനും പറ്റുള്ളൂ. ആ ഒരു റൺവേ തീരുന്നതിന് മുന്നേ നമുക്കൊരു ഫ്ലൈറ്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ അതിൻ്റെ റിപ്പോർട്ട്സ് എടുത്ത് നോക്കിയാൽ കാണാം, ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് വിത്ത് എ ടെയിൽ വിൻഡ്. അപ്പം അതിൻ്റെ അപ്രോച്ച് സ്പീഡിനെക്കാട്ടിലും എത്രയോ സ്പീഡ് കൂടുതലായിരുന്നു, പ്ലസ് ടെയിൽ വിൻഡ്. ഇപ്പം നമ്മളൊരു 120 knots, നമ്മൾ km/h അല്ല, നോട്ട്സ് ആണ് ഇതിൻ്റെ യൂണിറ്റ്. ഈ 120 knots നമ്മൾ വരുന്നതെങ്കിൽ ബാക്കിൽ നിന്ന് നമ്മുടെ വിൻഡ് സ്പീഡ് 20 knots ആണെങ്കിൽ, ഇറ്റ്സ് എ ടെയിൽ വിൻഡ്, നമ്മുടെ സ്പീഡ് ഗ്രൗണ്ട് സ്പീഡ് എന്ന് പറഞ്ഞാൽ 140 knots ആണ്. ആ വിൻഡും നമ്മൾ അത്രയും പുഷ് ചെയ്യാണ്. അപ്പം ആ ഒരു ആക്സിഡൻറ്റിൽ ആ ഫ്ലൈറ്റ് അപ്രോച്ച് ചെയ്ത സ്പീഡും കൂടുതലായിരുന്നു, അതേപോലെ ടെയിൽ വിൻഡും ഉണ്ടായിരുന്നു. സോ പിന്നെ വെതർ കണ്ടീഷൻസും എല്ലാം കൂടി ഇതായപ്പോൾ ഹീ അറ്റംപ്റ്റഡ് ടു ലാൻഡ്, ദാറ്റ് വാസ് ഹിസ് ഡിസിഷൻ. അതിൽ നമുക്കൊരിക്കലും ബട്ട് ഇറ്റ് വാസ് നോട്ട് ദ റൈറ്റ് ഡിസിഷൻ, അത്രേ ഉള്ളൂ. അപ്പം ഹ്യൂമൻ ഫാക്ടർ, ദാറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് ദ എയർക്രാഫ്റ്റ് ഓർ സംതിങ്, പക്ഷേ ഹ്യൂമൻ ഫാക്ടറാണതും. സോ കൺക്ലൂഷൻ. ഇതിൻ്റെ ഒരു സേഫ്റ്റിയെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞെങ്കിലും കുറച്ചും കൂടെ ഒക്കെ പറയണം തോന്നും. നമ്മൾ പ്രവാസികളായിരിക്കും ചിലപ്പോൾ ഇത് കൂടുതൽ കേക്ക് കാണുകയൊക്കെ ചെയ്യുന്നത്. എയർക്രാഫ്റ്റുമായി നമ്മൾ എന്ത് ചെറിയ അപകടമാണെങ്കിലും ചെറിയൊരു തകരാറൊക്കെ ആണെങ്കിൽ പോലും വലിയ വാർത്തയാവും. അപ്പോൾ പല പഠനങ്ങളും നോക്കുമ്പോൾ റോട്ടിലൊക്കെ മരിക്കുന്നതിൻ്റെ പത്രക്ക് വളരെ കുറച്ച് ആളുകളെ ഇതിലേക്ക് മരിക്കുന്നത്. ഏറ്റവും സേഫസ്റ്റ് ആണ് എയർ ആണ്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം റോഡിൽ നമ്മൾ ഇപ്പോൾ ഒരു റോഡിൽ ആക്സിഡൻസ് എടുത്ത് നോക്കിയാൽ ഡെയിലി ആക്സിഡൻസ് ഉണ്ട്. പക്ഷേ ഡെയിലി ആക്സിഡൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് അത് ഇഞ്ചുറി വരുന്ന എണ്ണം കുറവാണ്. ഇത് ഒരൊറ്റ ആക്സിഡൻറ്റ് ചിലപ്പം 150 പേര് കാര്യം എഫക്റ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഒരു വർഷത്തെ ഒരു ഇതെടുത്ത് നോക്കിയാൽ ഒരു റോഡ് ആക്സിഡൻസിൽ എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നവരുണ്ട്, ബാഡ്ലി ഇഞ്ചുറി ആവുന്നവരുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഏറ്റവും സേഫസ്റ്റ് എയർ തന്നെയാണ്. പ്ലസ് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജീസും കൂടെ വരുമ്പോൾ ബാക്കപ്സ് എല്ലാം അത്രയും അഡ്വാൻസ്ഡ് ആണ്. ഇപ്പം നത്തിങ് ടു വറി, ഏറ്റവും സേഫസ്റ്റ് ആണ്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല.
അതേപോലെ തന്നെ എപ്പോഴും ഉള്ളൊരു കാര്യമാണ്, നമുക്ക് ഫ്ലൈറ്റിനകത്ത് നീ ഒരു ഇൻസ്ട്രക്ഷൻ തരുന്നത് അത് പലപ്പോഴും നമ്മളാരും ശ്രദ്ധിക്കാറില്ല. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾക്ക് പറ്റുമ്പോഴേക്കും അത് കൂടുതൽ അറിയുണ്ടാവുക. ഇത് പലർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ യാത്രേൻ്റെ തിരക്കിലേക്ക് ആയിരിക്കും. പ്രവാസികളൊക്കെ ആണെങ്കിൽ വീടൊക്കെ വിട്ട് ഇറങ്ങിയതിൻ്റെ വിഷമത്തിലായിരിക്കും, അല്ലെങ്കിൽ തിരിച്ച് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരിക്കും. അത് പലപ്പോഴും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് യാത്ര ചെയ്ത ഒരാൾക്കും പലപ്പോഴും അതൊന്നും ഉപയോഗിക്കേണ്ടത് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ കാണാറുണ്ട്, അതിനൊരു കോമഡി ആയിട്ടൊക്കെ നമ്മൾ മാറ്റാറുണ്ട്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒന്നും കൂടെ ഒന്ന് സംസാരിച്ചാൽ കൊള്ളാൻ തോന്നുന്നു. അത് നമ്മളിപ്പോൾ ഒരു സമയത്ത് എന്തെങ്കിലും രീതിക്ക് നമുക്കൊരു വാട്ടറിൽ ലാൻഡ് ചെയ്യേണ്ട വന്നാൽ ഈ ലൈഫ് ജാക്കറ്റ് ഇടുക. പക്ഷെ അതും ഈ പറയുന്ന ചാൻസസ് ആർ വെരി ലെസ്. പക്ഷെ അത് എപ്പോഴും പറയാനുള്ളത് സേഫ്റ്റി, ഏവിയേഷൻ അല്ലെങ്കിൽ പോലും എന്തിലും നമ്മൾ സേഫ്റ്റി മുൻകൂട്ടി കാണുക എന്നുള്ള. അപ്പോൾ അത് നമ്മളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഇൻ കേസ് ഒരു ആവശ്യം വന്നാൽ വി ഷുഡ് മേക്ക് ഷുവർ വി ആർ ഏബിൾ ടു യൂസ് ഇറ്റ്. ആ ഒരു അത്ര. പക്ഷെ അത് ഇനിയുള്ള ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി 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 റയർ, അത്രേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ലൈഫ് സേഫ് ആക്കാനുള്ളൊരു ഇതാണ് അവർ നമുക്ക് തരുന്ന ബ്രീഫിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലൈറ്റിന്റെ ഒരു റെസ്റ്റ് ടൈം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ റെസ്റ്റ് ടൈം ഇല്ലാത്തൊരു സംഭവമാണ്, ക്ലീൻ ചെയ്യാറില്ല എന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇതിലൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എയർലൈൻസ് ഒക്കെ ആണെങ്കിൽ അവർ ക്ലീൻ ചെയ്യും. ഓക്കെ, അതൊരു എയർലൈൻ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അല്ല, അങ്ങനെയല്ല, ഒരു ഡീപ് ക്ലീനിങ് അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ അടുത്ത യാത്രക്ക് സജ്ജമാകും എന്നൊക്കെ പറയാം. അതെ, ഫ്ലൈറ്റ് ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് ഇപ്പം ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, അത് ആ ഒരു എയർലൈൻസിൻ്റെ ആൾക്കാർ എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ള ഇതാണ്. അത് ഓരോ എയർലൈൻസിൻ്റെ ഇതായിട്ടിരിക്കും. പക്ഷേ ആസ് എ പൈലറ്റ് ഏതൊരു എയർക്രാഫ്റ്റ് നമ്മൾ ഫ്ലൈ ചെയ്ത് എൻജിൻ ഓഫ് ചെയ്താൽ അടുത്ത ഓപ്പറേഷൻസിന് A to Z കാര്യങ്ങൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ഫ്ലൈറ്റ് എടുക്കുകയുള്ളൂ. നമുക്കിപ്പോൾ വോക്ക് അറൗണ്ട് ചെക്ക് ഉണ്ട്. നമ്മൾ ആ വോക്ക് അറൗണ്ട് ചെക്കിൽ ഒരു ഫ്ലൈറ്റിൻ്റെ വിങ്സ് അല്ലെങ്കിൽ ടെയില്, അതിൻ്റെ ട്യൂബ്, ടയറിൻ്റെ, അതിൻ്റെ ലാൻഡിങ് ഗിയർ, അതിൻ്റെ ഹൈഡ്രോളിക്സ്, ഒരു സ്ക്രൂ വരെ ഞങ്ങൾ വിഷ്വലി ചെക്ക് ചെയ്യും. ഇറങ്ങി നടക്കും. ഇറങ്ങി നടക്കും, ചുറ്റിനും നടക്കും. അതിനും നടക്കും. അത് നമ്മളതൊന്നും കാണുന്നില്ലല്ലോ. അത് എപ്പോഴാണ് പാസഞ്ചേഴ്സിനെ കയറ്റുന്നതിന് മുന്നേ ഇപ്പം നമ്മൾ മിക്ക ഫ്ലൈറ്റിൽ പോയാലും ഓൾറെഡി പൈലറ്റ്സ് അകത്ത് കാണും. അവരത് കയറുന്നതിന് മുന്നേ തന്നെ അവരൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അകത്ത് കയറി ഫുൾ ഓണാക്കി എയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓണാക്കി വെക്കുക. അപ്പം വോക്ക് അറൗണ്ട് ചെക്ക്, ഇപ്പം A to Z ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ നോക്കും. ഒരു സ്ക്രൂ ആണെങ്കിൽ പോലും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മളത് പിന്നെയും ചെക്ക്. എത്ര സമയം വരെ റെസ്റ്റ് കൊടുക്കും ഒരു വിമാനത്തിന്? കാരണം ഇപ്പം ഒരു പറഞ്ഞൊരു ഇവിടുന്ന് ഇപ്പോൾ US പോകുന്നൊരു ഫ്ലൈറ്റ്, ഒരു 20 hour ഫ്ലൈറ്റ് ആണെങ്കിൽ അത് എത്ര സമയം വരെ ഒരു നമ്മൾ പറയില്ല എഞ്ചിനൊക്കെ തണുക്കണം അല്ലെങ്കിൽ ഒന്ന് കൂളാകാൻ വേണ്ടിയിട്ട് ടൈമൊക്കെ കൊടുക്കും അടുത്ത ട്രിപ്പിന് മുമ്പ്? അങ്ങനെ ഒരു ഇത്ര ടൈം വേണമെന്നുള്ളതില്ല. മാക്സിമം എല്ലാ എയർലൈൻസും അല്ലെങ്കിൽ മിക്ക കമ്പനീസും മാക്സിമം അവരുടെ എയർക്രാഫ്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അല്ല, അത് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു എയർലൈൻ US പോവുകയാണെങ്കിൽ അവിടെ അടുത്ത ടൈം ചിലപ്പോൾ 8 മണിക്കൂറിലായിരിക്കും അടുത്ത ഫ്ലൈറ്റ് തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ളത്. അതൊരു വെയിറ്റ് ചെയ്യും. ഇപ്പം നാട്ടിലേക്ക് ഒരു ഫ്ലൈറ്റ് പോയാൽ ചിലപ്പോൾ അടുത്ത അരമണിക്കൂർ കഴിയുമ്പോൾ സാധനം തിരിച്ചു വരും. ഇവിടുന്ന് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അരമണിക്കൂറിൽ ക്രൂ മാറും. ആ ഫ്ലൈറ്റ് തന്നെ അരമണിക്കൂറിൽ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവുക. ചിലപ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഉള്ളൂ. അതിനിപ്പോൾ പെർഫോമൻസ് ഇപ്പം നമ്മൾ ഈ പറയുന്ന ജസ്റ്റ് ടു മേക്ക് ഷുവർ എവറിത്തിങ് ഈസ് സേഫ്. നമ്മൾ ഈ റൺ അപ്പ് ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ എല്ലാം നമ്മുടെ കൺട്രോൾസ്, ഹൈഡ്രോളിക്സ്, മെക്കാനിക്കലായിട്ടുള്ള എല്ലാ ലിങ്കേജസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ഫ്ലൈ ചെയ്യുക. അല്ലാണ്ട് ഇത്ര ടൈം ഫ്ലൈറ്റ് ഓഫ് ആയിരിക്കണം അങ്ങനെ സംഭവമൊന്നുമില്ല. എത്ര മൈലേജ് കിട്ടും? അതും ഡിപ്പെൻസ് ഉണ്ട്. അല്ല, അത് അതിൻ്റെ ഒരു ഫ്യൂവലിൻ്റെ ഒരു കാര്യം കൂടെ ഒന്ന് നമുക്ക് അതിൻ്റെ ഇതിന് മുമ്പ് പറയണം. ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് ഓടാൻ എത്ര എണ്ണ അടിക്കണം? അതും ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ വെതറിനെ ഡിപ്പെൻഡ് ചെയ്യും, വെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ പോകുന്ന ഓൾട്ടിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മുടെ വിൻഡ് അതിനെ ഡിപ്പെൻഡ് ചെയ്യും, ഫ്ലൈറ്റ് ടൈം ഡിപ്പെൻഡ് ചെയ്യും, ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. ഇതെല്ലാം ഡിപ്പെൻഡാണ് ഇതിൻ്റെ അകത്ത്. ഇപ്പം നമുക്കിപ്പം ഈ പറയുന്ന ഒരു കുറച്ചുകൂടെ തണുത്ത വെതറാണെങ്കിൽ പെർഫോമൻസ് കൂടുതലായിരിക്കും. ഭയങ്കര ചൂടാണെങ്കിൽ പെർഫോമൻസ് അതിനനുസരിച്ച് കുറയും. അപ്പം അതിനനുസരിച്ച് ഫ്യൂൽ കത്തും. അപ്പം
ഇപ്പൊ ഒരു നമുക്കിപ്പോ എമൗണ്ട് എന്ന് പറയാൻ ആൾക്കാർ എനിക്കറിയില്ല. കൂടുതലനുസരിച്ച് കൂടുതൽ എണ്ണ വേണ്ടി വരുമോ? അതെ വേണം, വെയിറ്റ് കൂടല്ലേ, വെയിറ്റ് കൂടുമ്പോൾ അത്രയും പവർ നമുക്ക് എക്സ്ട്രാ വേണമല്ലോ. ഇപ്പൊ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇപ്പൊ പോയിന്റ് എ ടു പോയിന്റ് ബി പോകുമ്പോൾ നമ്മുടെ വിൻഡ് ബാക്കിൽ നിന്നാണെങ്കിൽ കുറച്ച് പവർ കുറയ്ക്കാം, ആ വിൻഡ് നമ്മൾ പുഷ് ചെയ്തുകൊണ്ട് പോയിക്കോളും. ഇപ്പൊ നമുക്ക് ആകാശ ജെറ്റ് സ്ട്രീം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഇറ്റ്സ് ലൈക്ക് എ ടണൽ. ആ ഇതിൽ ഒരു പാത്തിലോട്ട് ഒരു ഡയറക്ഷനിലോട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഹൈ സ്പീഡ് വിൻഡ് ഫ്ലോ ആണ്. നമ്മൾ പോകുന്ന ഡയറക്ഷനിലാണ് അതുള്ളത് എങ്കിൽ ഈ സാധനം നേരെ ജെറ്റ് സ്ട്രീം നമ്മൾ ഫൈൻഡ് ചെയ്ത് ജെറ്റ് സ്ട്രീമിലേക്ക് കയറുക. ഇത് കയറി കഴിഞ്ഞാൽ നമുക്ക് അത്രയും എൻജിൻ അത്രയും പവർ സെറ്റിങ് നമുക്ക് കുറച്ച് വെക്കാം. അവിടെ നമ്മൾ ഫ്യൂവൽ സേവ് ചെയ്യും. അങ്ങനെയൊക്കെ കുറച്ച്, എന്നാൽ പോലും നമ്മൾ അവിടെയും സേഫ്റ്റി നോക്കും. കാരണം പോയിന്റ് എ ടു ബി ഫ്യൂവൽ കൂടാതെ എക്സ്ട്രാ 45 മിനിറ്റ്സ് നമുക്ക് ഫ്ലൈ ചെയ്യാനും അവിടുന്ന് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഓൾട്ടർനേറ്റിലേക്ക് പോകാനുള്ള ഫ്യൂവലും പ്ലസ് നമ്മുടെ റിസർവ് ഫ്യൂവലും എക്സ്ട്രാ ഫ്ലൈറ്റിൽ കാണും. സ്റ്റിൽ ഇഫ് വി കാൻ ലാൻഡ്. പിന്നെ ഈ മറ്റൊരു പ്രശ്നമാണ്, നിങ്ങളുടെ മൊത്തത്തിലുള്ള പ്രവാസികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ വാർത്ത കൊടുക്കുന്നതാണ്, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ആളില്ലെങ്കിലും ആളുണ്ടെങ്കിലും ഇനിയിപ്പോൾ ആൾ കൂടുതലുണ്ടെങ്കിൽ സാധാരണ നമ്മളൊക്കെ പറയാം പൈസ കുറച്ച് കൊടുത്താൽ മതിയല്ലോ എന്നാണ്. പക്ഷേ നിങ്ങൾ നേരെ തിരിച്ചാൽ കാണിക്കുക, ആൾ കൂടുതലുണ്ടെങ്കിൽ അപ്പം പൈസ കൂട്ടും, ആൾ കുറവാണെങ്കിൽ പൈസ കുറക്കും ചെയ്യും. എന്തുകൊണ്ടാണ് ഇത് ശരി? അത് എന്താണെന്നുള്ളത് നമുക്ക് ഒരു കൺട്രോൾ ഇല്ലാത്ത കാര്യമാണ്. നമ്മുടെ ഇത് എഞ്ചിൻ ഓണാക്കുക, ഫ്ലൈ ചെയ്യുക, തിരിച്ചു വരിക. അല്ല, ഈ വിമാന കമ്പനികൾ എപ്പോഴും കമ്പനികളുടെ ഇഷ്യൂ ആകുമ്പോൾ പാർലമെന്റിലൊക്കെ വിമാന മന്ത്രിയൊക്കെ പറയുന്ന വിമാന കമ്പനികളൊക്കെ പറയുന്ന ഒരു കാര്യം, ഈ ഉത്സവകാലത്ത് ഇങ്ങനെ വില കൂട്ടുന്നത് കൊണ്ടാണ് നോർമൽ സമയത്ത് ഈ പൈസക്കെങ്കിലും പോകാൻ പറ്റുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പറഞ്ഞ പോലെ അപ്പൊ ഇത്രയും ഓൾറെഡി ഇപ്പൊ നമുക്ക് നോർമൽ പ്രൈസ് കിട്ടുന്ന പ്രൈസിനൊന്നും പോകാൻ പറ്റില്ല, അതിനേക്കാൾ എക്സ്പെൻസീവ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. സത്യമാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അല്ല, ഈ എക്സ്പെൻസീവ് എന്ന് പറയുന്നതും ഇത് ഇപ്പൊ ഫ്ലൈയിങ് അല്ല, ആ ഒരു ഇത് ശരിക്കും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ചില സമയത്ത് നമ്മൾ ലോസിൽ ഒരു സർവീസ് ഒരാൾക്ക് കൊടുത്താലേ നമുക്ക് ആ ഒരു സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു സർവീസ്, ആ ഒരു ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം വേറെ സർവീസസിൽ നമ്മൾ ആ ലോസ് കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അത് ഒരു എയർലൈൻസിൻ്റെ ഡിസിഷനാണ്, ആ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷനാണത്. ഇപ്പം നമ്മളിപ്പോൾ നോക്കിയാൽ ഒരു ഹൈ റെപ്യൂട്ടഡ് കമ്പനി എയർലൈൻ നോക്കിയാൽ നമ്മൾ നാട്ടിൽ പോകുന്നതിന് ഭയങ്കര റേറ്റ് ആയിരിക്കും. ദേ ആർ യൂസിങ് ദ സെയിം ഫ്ലൈറ്റ്, സെയിം റൂട്ട്. പിന്നെന്താണ്, അത് അവരുടെ ബ്രാൻഡ് വാല്യൂ. ഇപ്പോൾ ഒരു വാച്ച് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ, ചെറിയ വാച്ചാണെങ്കിലും ബ്രാൻഡഡ് വാച്ചാണെങ്കിലും നമുക്ക് കിട്ടുന്ന സംഭവം സെയിം ആണ്. പക്ഷേ ബ്രാൻഡ് വാല്യൂ, ആ ബ്രാൻഡ് വാല്യൂലുള്ള റേറ്റ് ഉണ്ട്. അവർ കൊടുക്കുന്ന സർവീസസ്, ഇപ്പം നമ്മൾ ലോ കോസ്റ്റ് എയർലൈനിൽ ഫ്ലൈ ചെയ്ത് നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് എയർലൈനിൽ പോവുകയാണെങ്കിൽ അതിൽ ഫുഡില്ല. പക്ഷെ നമ്മളൊരു ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് പോയാൽ നമുക്ക് കിട്ടുന്ന മെനു, അപ്പോൾ അത് കൊടുക്കുന്ന സർവീസസ് അതിനൊക്കെ ഇത് ബേസ് ചെയ്തിരിക്കും അവരുടെ ടിക്കറ്റ് പ്രൈസിങ്. പിന്നെ ഓഫ് കോഴ്സ് ബിസിനസ്സാണ്, ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും. ദാറ്റ് ഈസ് ബേസിക് എക്കണോമിക്സ്. അപ്പം ആ പറയുന്ന ഡിമാൻഡ്, അപ്പം അതാ ബിസിനസ്സിൻ്റെ ഒരു. പിന്നെ ഈ വേറെ സംഭവം കൂടെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡിലേക്ക് ആക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതിലൊക്കെ വാസ്തവം ഉണ്ടോ? അത് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ബാധിക്കാറുണ്ടോ പൈലറ്റ് എന്നുള്ളതല്ല? ആക്ച്വലി അതും ഈ സേഫ്റ്റി കാരണമാണ് ആ ഒരു സംഭവം ഉള്ളത്. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ആ ഒരു സിഗ്നൽ ആണെങ്കിൽ പോലും അതിനെ ഇൻ്റർഫിയർ ചെയ്യണ്ട എന്നുള്ളൊരു ഇത്. ചിലപ്പോൾ പണ്ട് കാലം ഉപയോഗിച്ച ഏവിയോണിക്സ് അല്ലെങ്കിൽ റേഡിയോസിൽ അങ്ങനത്തെ ഇൻ്റർഫറൻസ് വന്നേക്കാം. ഇപ്പം നമ്മുടെ ഫ്ലൈറ്റിൽ ഇൻ്റർനെറ്റ് വരെ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിനെ എഫക്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണത്. പണ്ട് നമ്മൾ പണ്ട് ശ്രദ്ധിച്ചാൽ മതി, ഒന്ന് നോക്കിയാൽ ഫ്ലൈറ്റ് സ്വിച്ച് ഓഫ് ആക്കുക എന്നാണ് പറയുക. ഇപ്പം ഫ്ലൈറ്റ് മോഡ് ഇട്ടാൽ മതി. അപ്പം ഈ സാധനം ശരിക്കും ഇതുവരെ എൻ്റെ അറിവിൽ ആരെയും ഫോൺ ഓണാക്കി വെച്ചെന്നുകൊണ്ട് ഇതുവരെ എഫക്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഫോർ സേഫ്റ്റി ആസ് എ പ്രിക്കോഷൻ നിങ്ങൾ ഫ്ലൈറ്റ് മോഡ് ഇടുക. അതവർ ആ ഒരു കമ്പനി പോളിസി. ഇനി എന്നാൽ പോലും ചെറിയൊരു ഇൻ്റർഫറൻസ് പോലും വേണ്ട, 0.01% കാണുള്ളൂ ചിലപ്പോൾ. എന്നാൽ പോലും അത് നമ്മൾ അത്രയും സേഫ്റ്റിയുടെ ഇതിൽ പറയുന്നതാണ്. ഐ ഡോണ്ട് തിങ്ക് ഇപ്പം ടു ബി ഓണസ്റ്റ് ഞാൻ ഇതുവരെ ഫ്ലൈറ്റ് മോഡിലാക്കിയിട്ടില്ല. ഇല്ല, ഞാൻ ഇപ്പം പാസഞ്ചറായിട്ട് ഫ്ലൈ ആണെങ്കിൽ പോലും ഒരു 300 പേരുണ്ടെങ്കിൽ ആ 300 പേരും ഫ്ലൈറ്റ് മോഡ് ആക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ചെക്ക് ലിസ്റ്റ്, ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ജോബ് നമ്മളത് പറയാന്നുള്ളത്.
എന്തായാലും നമ്മൾ വളരെ കുറച്ച് സമയത്തേക്ക് എന്ന് പറഞ്ഞ് ഇരുന്നതാണ്. ഒരുപാട് സംശയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട്. മനോഹരമായിട്ട് അത് സത്യം പറഞ്ഞത് ഇന്റർവ്യൂവിനേക്കാൾ കൂടുതൽ നമ്മൾ തുടങ്ങിയ പോലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ സംശയങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ടീച്ചർ സ്റ്റുഡൻസ് ഒരു ട്രെയിനിങ് ആയിരുന്നു. അതില്ല, നമുക്കിപ്പം ഇപ്പം ഞാൻ ട്രെയിനിങ് ചെയ്ത സമയത്ത് ഞാൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് കുറേ അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ബെനിഫിറ്റ് ആയ കാര്യമാണ്. കാരണം കുറേ ഇൻഫോർമേഷൻസ് എനിക്ക് കിട്ടി. ഇപ്പം ഞാൻ ഒരാൾ ഗൈഡ് ചെയ്ത് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ തന്നെ, ഞാൻ ഇപ്പോൾ ഒരു ഏജൻറ്റിനെ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഒന്നും അറിയില്ല, നേരെ പൈസ കൊടുക്കുക, ഫ്ലൈറ്റ് ട്രെയിനിങ് ചെയ്യുക. പക്ഷേ ഇതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ്, ചലഞ്ചസ് എന്താണ്, അതൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് ഐ എം വെരി ഹാപ്പി ടു. ഇപ്പോൾ ആരെന്തെടുത്ത് എന്ത് ഗൈഡൻസ് ചോദിച്ചാലും ഞാൻ കൊടുക്കും. നമുക്ക് ഒരാൾക്ക് നമ്മൾ കാരണം ഒരു ഇൻഫർമേഷൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ബിഗ് തിങ് ഫോർ മീ. ഐ എം വെരി ഹാപ്പി ടു ഡു ദാറ്റ്. അതുപോലെ ഈ പുതിയ തലമുറയോട് ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത്? അത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ഫീൽഡിൽ നമുക്ക് കിട്ടുന്ന മാർക്കോ കാര്യങ്ങളോ ഇതൊന്നും നമ്മുടെ ഹൈസ്കൂൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച നമ്മുടെ പഠിപ്പിനെ ബേസ് ചെയ്തിരിക്കില്ല. ഇതിൽ നല്ല പഠിക്കുന്നവരാണെങ്കിലും നമുക്ക് തിയറി പഠിച്ചെടുക്കാൻ പറ്റും. അത്ര പഠിക്കുന്നവർ ഫ്ലൈയിങ്ങിലേക്ക് വരുമ്പം ഒട്ടും ഫ്ലൈ ചെയ്യാൻ ധൈര്യം പുല്ലാത്തവരുണ്ട്. സോ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ അവർ പാഷൻ. പിന്നെ ആർക്കും ഇത് ചെയ്യാം. ഇതൊന്നല്ല, എന്തും നമ്മൾ അതിനനുസരിച്ചുള്ള ഡെഡിക്കേഷൻ, സെൽഫ് മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ, നമ്മുടെ 100% നമ്മുടെ ഡെഡിക്കേഷൻ നമ്മൾ 100% നമ്മളിതിലേക്ക് കൊടുത്താൽ എനിവേർ നമ്മുടെ ആഗ്രഹം എന്താണോ അവിടെ എത്താൻ പറ്റും. പ്ലസ് പഠിക്കേണ്ടത് ലൈറ്റായിട്ട് ഇൻട്രസ്റ്റോടു കൂടി പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുക. ഫ്ലൈറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന സംഭവം നമ്മൾ അത്രയും എൻജോയ് ചെയ്യുന്നൊരു സാധനമാണ്. അത് എൻജോയ് ചെയ്ത് തന്നെ പഠിക്കുക. ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ട ഓരോരോ നമ്മളിപ്പം G-ഫോഴ്സസ് ഉണ്ട്, പല പല കാര്യങ്ങളും നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് ഈ ഒരു കരിയർ ഫ്രം ഡേ 1 നിങ്ങൾ എൻജോയ് ചെയ്ത് അത്രയും എൻ്റർടൈൻ ചെയ്ത് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ആ പാഷനോട് കൂടി വർക്ക് ചെയ്താൽ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിയിരിക്കും. അത് ഇതെല്ലാം നല്ല ഏത് മേഖലയാണേലും ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ യുവർ വിഷൻ, നമ്മുടെ എയിം, നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മുടെ ഡെഡിക്കേഷൻ പ്ലസ് കോൺഫിഡൻസ്. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ വിൽ റീച്ച് എനിവെയർ. താങ്ക് യു സോ മച്ച്. ഇത്രയും ടൈം നമ്മളായിട്ട് സ്പെൻഡ് ചെയ്തതിൽ താങ്കളുടെ ഇനിയുള്ള എല്ലാ യാത്രകൾക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.